ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും പ്രതീക്ഷ കുടുംബത്തിലേക്ക് സ്വാഗതം. ഞാൻ കാലത്ത് തന്നെ വെറുപ്പിക്കാൻ വന്നാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അല്ല കേട്ടോ. ഡോട്ട് വെറുപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ കുറച്ച് ദിവസം വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, തലവേദന അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നലെ ഇന്നൊന്നും ഫ്രീ ആയത്, തലവേദനയൊക്കെ മാറി ശരിയായത്. ഫ്രീ ആയെന്ന തലവേദന കുറവുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്ക് സംഭവം പെട്ടെന്നൊരു വയറുവേദനയൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോയി. അതിൻ്റെ ഇടയിൽ അപ്പോൾ യൂറിനിൽ കല്ലുണ്ടെന്ന് പറഞ്ഞു, മൂത്രത്തിൽ കല്ലുണ്ടെന്ന് പറഞ്ഞു. ഗൈസ്, ദൈവം എന്നെ തേടി പിടിച്ച് എന്നെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. എനിക്കിങ്ങനെ വഴിയാലെ ഒന്നിലൊന്നും വന്നുകൊണ്ടിരിക്കുക. അത് കാരണം അതിൻ്റെ പ്രശ്നത്തിലാണ് അപ്പോൾ മൂത്രത്തിൽ കല്ലുണ്ട്. മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ. മലപ്പുറം ഹോസ്പിറ്റലിൽ കാണിച്ചത്, ഗവൺമെൻറ്റൊക്കെ പുരോഗമനമായിട്ടാ ഹോസ്പിറ്റൽ. അടിപൊളി ഹോസ്പിറ്റലായി മലപ്പുറം ഹോസ്പിറ്റലൊക്കെ, നല്ല ഡോക്ടർമാരും. അപ്പോൾ ഡോക്ടർ ചെന്നപ്പോൾ തന്നെ, പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ പനി എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർമാർ മരുന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ചെന്ന് നമ്മുടെ അസുഖം പറയുമ്പോഴേക്കും അവർ ടെസ്റ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷം മരുന്ന് എഴുതുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ആക്കി മാറി ഗൈഡ്സ്. ആശുപത്രിക്കാകെ മാറി, പുരോഗമനാവട്ടെ അല്ലേ. അങ്ങനെ മിഞ്ഞാന്നാണ് തോന്നുന്നു പോയത്, വേദന കൂടിയിട്ട്. എന്നിട്ട് പോയിട്ട് കണ്ട ഗൈസ്, മുടിയൊക്കെ നരച്ചു തുടങ്ങി, വയസ്സായി. എന്താ ചെയ്യുക? ഊട്ടിന്ന് മാറിയില്ലേ. അപ്പോൾ അവിടെ പോയപ്പോൾ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത്, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നം എന്തിന്, ഇത് പോരല്ലേ, കല്ലിട്ടെന്ന് പറഞ്ഞു മൂത്രത്തിൽ. അപ്പം അതിനുള്ള മരുന്ന് തന്നിട്ടുണ്ട് ഒരാഴ്ചക്ക്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേദന വരികയാണെങ്കിൽ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ദൈവമേ, എന്തൊക്കെ ചെയ്യണേ, എനിക്ക് വയ്യ. എന്നെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് തോന്നിട്ട്. വഴിയാലെ എനിക്ക് ഓരോന്നും വന്നുകൊണ്ടിരിക്കുക, എന്നിട്ട് പരീക്ഷിക്കുക. ആരെ പണിയാണെന്നറിയോ? എൻ്റെ കൃഷ്ണൻ്റെ പണിയാണ്. ഞാനൊരു കൃഷ്ണ ഭക്തയാണ്. കൃഷ്ണൻ എന്നിങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കും. അങ്ങനെ ഞാനതൊക്കെ കട്ടയ്ക്ക് നിൽക്കും. ഞാനും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എന്നിട്ട് പറയുന്നത്, പിന്നെ ഇന്നലെ എന്ന് പറഞ്ഞത്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി.